അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖത്മുൽ ഖുർആന്റെ 74ാമത്തെ ക്ലാസ്, സൂറത്തുൽ അഅറാഫ് 17ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم لآتينهم من بين أيديهم ومن خلفهم. നമ്മൾ 73ാമത്തെ ക്ലാസ്സിൽ പ്രധാനമായും നൂന്, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം നൂന്, വാവ്, മീമ്, യാ, നൗമി എന്ന 4 അക്ഷരം വന്നാൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നൂനിൻ്റെ നിയമങ്ങളിൽ മറ്റൊരു നിയമമാണ്, നൂനിൻ്റെ ശേഷം, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ബാ വന്നാൽ, നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക, നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അവിടെ നീട്ടണം. ലആതിയന്നഹും, ശബ്ദമുള്ള മീമ് നൂന് മണിക്കണം. ثم لآتينهم من بين أيديهم. ഇവിടെ മിൻ ബൈനി എന്നാണുള്ളത്. നൂനിൻ്റെ ശേഷം ബ വന്നു അല്ലേ, മിൻ ബൈനി എന്നാണുള്ളത്. അപ്പം നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊടുക്കണം. അതിൻ്റെ ചിഹ്നമാണ് അവിടെ, മീമിൻ്റെ ചിഹ്നം കണ്ടില്ലേ, മിൻ എന്നല്ല, മിം ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. അതിൻ്റെ പേരാണ് ഇഖ്ലാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇദ്ഗാം ബിഗുന്നയായിരുന്നു. അപ്പം ഇനി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നൂന് കാണുമ്പോൾ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കണം. ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. قال اخرج منها مذءوما مدحورا. قال കൂട്ടി വായിക്കാൻ എങ്ങനെ? قال اخرج منها مذءوما مدحورا. അവിടെ നിയമം വന്നില്ല, പറഞ്ഞ നിയമം ഇദ്ഗാമും ബിഗുന്ന വന്നു അല്ലേ. മദ്ഊമൻ എന്ന തൻവീന്, അവിടെ 2 തൻവീൻ എന്ന് പറഞ്ഞാൽ 2 ഫത്ത്, 2 കസർ, 2 ലമ്മ്. ഇവിടെ ഫത്ത് ആണ് 2 വന്ന്. ആ തൻവീനിൻ്റെ ശേഷം മീമ് വന്നാൽ അവിടെ എന്താണ്? ഇദ്ഗാമും ബിഗുന്നയാണ്. മദ്ഊമൻ എന്ന് പറയുന്നത് മദ്ഊമൻ മദ്ഹൂറാ. لمن تبعك منهم لأملأن جهنم منكم أجمعين. قال اخرج منها مذءوما مدحورا. لمن تبعك منهم لأملأن جهنم منكم أجمعين. ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة
فتكونا من الظالمين. ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം രണ്ട് നിയമം പറഞ്ഞത് അല്ലേ? ഒന്ന് ഇദ്ഗാമും ബിഗുന്നയും ഇഖ്ലാബും. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ തൻവീനിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നൂനിൻ്റെ ശേഷമോ നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ് ഇദ്ഗാമും ബിഗുന്ന. അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം ബ വന്നാൽ അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്. ഇതാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ഇഖ്ലാബ് നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞതും. അപ്പോൾ ആ ഒരു നിയമം ഇതിൽ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. വയാ ആദമുസ്കുൻ അൻത്, അവിടെ എന്താണ്? നൂനിൻ്റെ ശേഷം ത ആണ് വന്നിട്ടുള്ളത്. ഇത് ബിഗുന്നയും ഇഖ്ലാബും അല്ല, അവിടെ ഇഖ്ഫ ആണ്. أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أن تكونا ملكين أو تكونا من الخالدين. ഇവിടെ നമ്മൾ പറഞ്ഞ നിയമങ്ങളില്ല. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. 21 وقاسمهما إني لكما لمن الناصحين. ശബ്ദമുള്ള നൂനുണ്ട്, ശ്രദ്ധിക്കണം. وقاسمهما إني لكما من الناصحين. فدلاهما بغرور فلما ذاقا الشجرة എന്നുള്ളത് ഒരു അലിഫുണ്ട്. അലിഫിൻ്റെ ശേഷം ഷദ് വന്നു. ഷ എന്നുള്ളത് ഷദ് വന്നു. അല്ലെങ്കിൽ സുക്കൂന് വന്നാൽ, ലാമിന് സുക്കൂന് വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ അടുത്ത അക്ഷരത്തിന് സുക്കൂന് വന്നാൽ ദാഖ എന്നതിന് ശേഷം അടുത്ത അക്ഷരത്തിന് സുക്കൂനാണ് വന്നതെങ്കിലും അല്ലെങ്കിൽ ഷദ്ദാണ് വന്നതെങ്കിൽ രണ്ടിൽ ഒന്ന് വന്നാൽ നീട്ടുകയില്ല. ഫലമ്മ ذاق الشجرة എന്നല്ല, فلما ذاق الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما ألم أنهكما عن تلكما الشجرة. تلكما എന്നുള്ളത് കൂട്ടി വയ്ക്കുമ്പോൾ عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞ നിയമം എവിടെയാണ്? ഈ വരിയിലല്ലേ? ഇല്ല, അവസാനുണ്ട്. അതുവുൻ എന്ന തൻവീന്റെ ശേഷം മീം വന്നു അല്ലേ? അപ്പം ഇങ്ങനെ അതുവും
عدو مبين مبين عدو مبين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ഇതിലുണ്ടോ? ഇല്ല. ഇല്ല എന്നുള്ള നൂനിൻ്റെ ശേഷം ലാമ് വന്നു അല്ലേ? അംഫുസ എന്നുള്ള നൂനിൻ്റെ ശേഷം ഫ ആണ് വന്നുള്ളത്. നൗമി ഇല്ല, ബഉമില്ല. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين ഇവിടെ ഉണ്ടോ? ലിബാളിൻ അവിടെ തൻവീനേശം ആയിനാണ് വന്നത്. അതുവ് അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട, നിർത്തുന്നില്ല എങ്കിൽ അതുവുൻ എന്ന തൻവീന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. അപ്പം എന്താണ്? നൗമി നൂന് വാവ് മീമിയ തൻവീനിൻ്റെ ശേഷം വാവ് വന്നു. അപ്പം ഇങ്ങനെ അതുവുൻ എന്ന് പറയരുത്. അതുവുവ്വ വുവ്വ അതുവുവ്വ عدو لكم في الأرض مستقر قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين مستقر ومتاع إلى حين قال فيها تحيون وفيها تموتون ومنها تخرجون ഇവിടെ ഉണ്ടോ? ഇല്ല. قال فيها تحيون وفيها تموتون ومنها تخرجون يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون يا بني آدم قد أنزلنا عليكم لباسا ഇവിടെ ഉണ്ടോ? ഇല്ല. ലിബാസയ്യുവാരി തൻവീനിൻ്റെ ശേഷം അല്ലേ? അടുത്ത അക്ഷരം ഏതാണ്? യു എന്നുള്ളതാണ്. ഒന്ന് നൗമി നൂന് വാവ് മീമി യാ നൂന് വാവ് മീമി നൗമി എന്ന് പറഞ്ഞാൽ എന്താ? നൗ എന്ന് പറഞ്ഞാൽ നൂന് വാവ് അല്ലേ? നൗ നൗ മീ എന്ന് പറഞ്ഞാൽ മീമ് യാ മീ എന്ന് പറഞ്ഞാൽ അവിടെ നീട്ടാനുള്ള യാ ഉണ്ട്. മീമ് യാ നൗമി. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? ലിബാസയ്യു കൂട്ടി യോജിപ്പിച്ചു, അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യണം. ലിബാസയ്യുവാരി യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസയ്യുവാരി സൗആതികും വരീശ. നിർത്തുന്നില്ല എങ്കിൽ وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. ഇരുപത്തിയേഴാമത്തെ ആയത്ത്
يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. യാതിലുണ്ടോ നോക്കി. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما. നോക്കണം, ഏതെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അടക്കം നമ്മൾ ഓതണം. إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. ഇവിടൊന്നും മറ്റു നോട്ടത്തിൽ കാണുന്നില്ല. ഇതെല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓതി നോക്കാം. بسم الله الرحمن الرحيم. ثم لآتينهم من بين أيديهم. അപ്പോൾ നമ്മൾ ഒരു ഇഖ്തിലാബാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, ഇഖ്തിലാബ് കൊണ്ടുവരണം. ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. وقاسمهما إني لكما لمن الناصحين. فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. قال فيها تحيون وفيها تموتون ومنها تخرجون.
يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون صدق الله العلي العظيم أرحم الراحمين يا رحمن يا رب ഞങ്ങൾ ഓതിയ ഈ ഖിറാഅത്തിന് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനേ റബ്ബേ. ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഓതിയിട്ടുള്ളെങ്കിലും ഉള്ളതിനെ പൊരുത്തപ്പെട്ട് നീ സ്വീകരിക്കണം റഹ്മാനേ റബ്ബേ. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഈ ഓതിയ കാരണം കൊണ്ട് റഹ്മാനേ റബ്ബേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് റഹ്മാനേ റബ്ബേ ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്, നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഈ പവിത്രമായ ദിവസം, ഇനി വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറകത്ത് കൊണ്ട് റഹ്മാനേ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാഹ്, നീ നീക്കണേ റഹ്മാനേ. ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ, പൈശാചികമായ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലും മക്കളിലും റഹ്മാനേ റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകളിൽ, ഞങ്ങളെ ആരോഗ്യത്തിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ജോലികളിലും, ഞങ്ങളെ നാട്ടിലും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർ റഹ്മാനേ റബ്ബേ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ എല്ലാവരുടെ ജോലിയിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് കച്ചവടക്കാരുണ്ട് റഹ്മാനേ റബ്ബേ, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനേ റബ്ബേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റഹ്മാനേ റബ്ബേ കച്ചവടങ്ങളൊക്കെ പൂട്ടിക്കിടക്കുന്ന, ഹോട്ടലുകളൊക്കെ പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം അവസ്ഥകളൊക്കെ നീ നീക്കി നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിൻ്റെ കാര്യമാണ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ലോകത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. എവിടെയും നീ സമാധാനം നൽകണേ റഹ്മാനേ റബ്ബേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റഹത്തോടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനേ റബ്ബേ, ഞങ്ങൾ ഈ വിശുദ്ധ ഖുർആനൊക്കെ ഓതുന്നത് അവസാനം നന്നായി മരിക്കാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാനാണ്, അവിടുത്തെ ജീവാർ നിന്നുകൊണ്ട് റഹ്മാനേ റബ്ബേ എൻ്റെ ലിഖാ കാണാനാണ്, നിന്റെ പൊരുത്തം കിട്ടാനാണ്. റഹ്മാനേ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത്, നല്ല ദിവസത്തിൽ, നല്ലതുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനത്തിലായി, നല്ല നിയ്യത്തിലായി, റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖം, പുന്നാര ശറഫാക്കപ്പെട്ട പൂമുഖം ദർശിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാൻ നിന്റെ മഹത്തുക്കൾ എങ്ങനെയാണ് മുഅ്മിനീങ്ങളായ, സർവമുഅ്മിനീങ്ങളായ, മുഅ്മിനാത്തീങ്ങളായ സഹോദരി സഹോദരന്മാരെ ലോകത്തുനിന്ന് എങ്ങനെയാണോ വിട പറഞ്ഞത്, അതുപോലെ ഞങ്ങൾക്കും വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.